ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സിയാദിലിക്കൽ എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അങ്ങനെ ഇന്ന് രാവിലെ ഒരു ചെറിയൊരു ശുഭ വാർത്തയുണ്ട്. പ്രൊജക്റ്റ് ഫ്രീഡം എന്ന പേരിൽ ഈ ഹോർമുസിൽ കുടുങ്ങി കിടക്കുന്ന ഷിപ്പുകളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ട്രംപിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു പ്രൊജക്റ്റ് തുടങ്ങിയതിന് ശേഷമായിരുന്നു ഇറാൻ വളരെ റീസെൻ്റായിട്ട് UAE അവിടുത്തെ ഹബ്ഷാൻ എന്ന് പറയുന്ന എണ്ണ പ്ലാന്റിനെ ആക്രമിച്ചതും ഓയിൽ പ്ലാന്റിനെ ആക്രമിച്ചതും കൂടാതെ തന്നെ ഹോർമുസിൽ തന്നെയുള്ള US ഷിപ്പിന് നേരെ ഒരു ആക്രമണം നടത്തിയതും ആ ഒരു പ്രൊജക്റ്റ് ഫ്രീഡത്തിന് ശേഷം സ്ഥിതിഗതികൾ കുറച്ചൊന്ന് രൂക്ഷമായിരുന്നു. എന്നാൽ ആ ഒരു പ്രൊജക്റ്റ് ഫ്രീഡത്തിൽ നിന്നും ട്രംപ് പിന്മാറുന്നതായിട്ട് ട്രംപ് തന്നെ പറയാനുള്ള കാരണം ഈ ഇറാനായിട്ടൊരു കരാറ്, ആ ഒരു കരാർ അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ് ട്രംപിൻ്റെ ഭാഷ്യം. എന്ത് റീസൺ കൊണ്ടായാലും ഇപ്പോൾ നിഫ്റ്റി ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു 200 പോയിൻ്റ് ഒരു പ്ലസ്സിലും, അതുവഴി ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഉള്ളത്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് 4616, സിൽവർ ഒരു 1.6% ഉയർന്നു, ബിറ്റ് കോയിനും 1% ഉയർന്നു, ബ്രൻ്റ് ഓയിൽ 1.5% ഇടിഞ്ഞു. കൂടാതെ തന്നെ നിഫ്റ്റി കാണാം 24,284 എത്തി. ഡോ ഫ്യൂച്ചർ, നാസ്ഡാക്ക് ഫ്യൂച്ചർ, ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പ്ലസ്സിലാണ്. ഇന്നലത്തെ ക്ലോസിങ് നോക്കുകയാണെങ്കിൽ നാസ്ഡാക്കും ഡോയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരുന്നു. യൂറോപ്യൻ മാർക്കറ്റിൽ FTSE UK ഒഴികെയുള്ള മറ്റു 2 യൂറോപ്യൻ മാർക്കറ്റും, അതായത് ജർമ്മനും ഫ്രാൻസും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരുന്നു. അതാണ് ഇപ്പോൾ ഉള്ളൊരു പ്രധാന അപ്ഡേറ്റ്. ഇനിയിപ്പോൾ ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. ബജാജ് ഓട്ടോ, പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്, ഡാബർ ഇന്ദ്രിയ, ഗോദ്രേജ് കൺസ്യൂമർ, ശ്രീ സിമൻറ്റ്, പോളി ക്യാബ്, ഭാരത് ഫോർജ്, ലുപ്പിൻ, MRF, ബ്ലൂ സ്റ്റാർ, തെർമാക്സ്. ഇത് മാത്രമല്ല, ഇതെല്ലാം തന്നെ ലാർജ് ക്യാപ്പ് കമ്പനീസാണ്. ഇത് മാറ്റി നിർത്തിയാൽ ഒരുപാട് മിഡ് ക്യാപ്പ് കമ്പനീസിൻ്റെ എല്ലാം തന്നെ റിസൾട്ട് വരുന്ന ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷനും നമുക്ക് കാണാം. ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ സ്റ്റോക്കുകളുടെ വാർത്തകൾ ഉണ്ട്. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. LNTയുടെ റിസൾട്ട് വന്നിരുന്നു. പ്രോഫിറ്റ് ഇയർ അടിസ്ഥാനത്തിൽ 3% ഒരു കുറവാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ കൂടിയും ഇവരുടെ റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 3% കുറവ് ഉണ്ടാക്കി 5326 കോടി രൂപ കരസ്ഥമാക്കി 38 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. SRF കമ്പനി 10% നെറ്റ് പ്രോഫിറ്റ് വർധനവ് രേഖപ്പെടുത്തി 582 കോടി രൂപ കരസ്ഥമാക്കി 526 നിന്ന് പ്രോഫിറ്റ് ഉയർന്നു. പൂൻവാല ഫിൻകോർപ്പ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 300% ഇയർ ഉയർന്നിട്ടുണ്ട്, 62 നിന്ന് 255 കോടി രൂപയായി. യുണൈറ്റഡ് ബെവറീസ് കമ്പനി ആൽക്കഹോൾ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. ഇവർ 97 കോടി രൂപയിൽ നിന്ന് 101 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഹീറോ മോട്ടോ കോർപ്പ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 30% വർധനവുണ്ടാക്കി 75 രൂപ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. JK ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 36% ഇയർ ഉയർന്നു, 585 നിന്ന് 798 പ്രോഫിറ്റ് ഉയർത്തി. സ്പൂട്ടി ഫിനാൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ്, അവർ ലോസിലുണ്ടായിരുന്ന കമ്പനിയാണ്, 400 കോടി രൂപ ലോസിൽ നിന്ന് ഇത്തവണ 5 CR പ്രോഫിറ്റാണ്. KC ഇൻ്റർനാഷണൽ പുതിയൊരു ഓർഡർ കിട്ടി, 1000 CRൻ്റെ ഒരു ഓർഡർ കിട്ടി. റൈമണ്ട് റിയാലിറ്റി കമ്പനി, ഇവർ നെറ്റ് പ്രോഫിറ്റ് 160% നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു, 67 നിന്ന് 161 കോടി രൂപ ആയിട്ടുണ്ട്. 160% അല്ല കേട്ടോ, 67 നിന്ന് 161 കോടി രൂപ പ്രോഫിറ്റ് ഉയർത്തി. കൊഫോർജ് കമ്പനി, ഇവർക്കൊരു പുതിയൊരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് ഡബിളായി. കഴിഞ്ഞ തവണത്തിൽ നിന്ന് പ്രോഫിറ്റ് ഡബിൾ കരസ്ഥമാക്കി 612 കോടി രൂപ. SGS എൻ്റർപ്രൈസസ് കമ്പനി 33 കോടി രൂപയിൽ നിന്ന് 48 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ലോയിഡ് മെറ്റൽസ് കമ്പനി 200 കോടി രൂപയിൽ നിന്ന് 1060 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് വലിയ തോതിൽ ഉയർത്തി എന്നുള്ളതാണ് സ്റ്റോക്കുകളുടെ വാർത്തകൾ. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാം. സ്ട്രൈക്ക് സ്പോട്ട് പ്രൈസ് 24,100 ആയിരുന്നു, 24,500 മേജർ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ സ്ട്രാഡിലെല്ലാം തന്നെ ഒരുപാട് സ്ട്രാഡിൽ ഫോമായിരുന്നു. അപ്പോൾ 24,500 റേഞ്ചുകളെല്ലാം തന്നെ ആളുകൾ ലോസ് ബുക്ക് ചെയ്ത് ഇറങ്ങും. ഒരു ഷോർട്ട് കവറിങ് റാലി എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും.
ഇത് നമ്മളുടെ ബിറ്റ് കോയിൻ്റെ ചാർട്ടാണ്. ബിറ്റ് കോയിൻ 81,300 റേഞ്ചുകളിലാണ് നിൽക്കുന്നത്. ബിറ്റ് കോയിൻ സമീപകാലത്ത് ശക്തമായിട്ട് ഒന്ന് ഉയർന്ന് പൊട്ടാതെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. കൂടാതെ തന്നെ ബിറ്റ് കോയിൻ്റെ ചാർട്ടുകളെല്ലാം തന്നെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്താണ് പോകുന്നത്. ഒറ്റ അസറ്റ് ക്ലാസ്സാണ് ഉള്ളത്. അപ്പോൾ ബിറ്റ് കോയിനും നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. അതും INR ഉപയോഗിച്ച്, അല്ലാതെ USDT അല്ല, ഇന്ത്യൻ രൂപ ഉപയോഗിച്ച്, ഇന്ത്യൻ ബ്രോക്കർ ഉപയോഗിച്ച്. അപ്പോൾ അങ്ങനത്തുള്ള ഇന്ത്യൻ ബ്രോക്കറാണ് ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ. അപ്പോൾ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റ് ലിങ്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. വൈകിട്ട് കാണാം. താങ്ക് യു ഓൾ.